96-ാമത്തെ ദശകം. ഭഗവത് വിഭൂതികളും ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങളും. കഴിഞ്ഞ ദശകത്തിൽ വർണ്ണിച്ച ധ്യാനയോഗത്തിനുള്ള യോഗ്യത നേടാൻ വേണ്ടി വിശ്വമൂർത്തിയായ ഭഗവാന്റെ സ്ഥൂലരൂപം ഉപാസിക്കേണ്ടതുണ്ട്. ഈ ഉപാസനയ്ക്കുള്ള സൗകര്യം സമ്പാദിക്കാൻ വേണ്ടി ഭഗവത് വിഭൂതികളെ ഈ ദശകത്തിൽ 1-2 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നു. തുടർന്ന് ധ്യാനയോഗത്തിന് അർഹതയില്ലാത്തവർക്ക് ഭക്തിയോടെ വർണ്ണാശ്രമ ധർമാനുഷ്ഠാനം കൊണ്ട് ക്രമത്തിൽ വൈരാഗ്യം സമ്പാദിച്ച് മുക്തി നേടാൻ കഴിയും എന്ന് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ജ്ഞാനം, ആ ഭക്തി കൊണ്ട് തന്നെ കൃതാർത്ഥനാണ് എന്ന് മുമ്പ് പല പ്രാവശ്യവും പറഞ്ഞിരിക്കെ എന്തിനാണ് കർമ്മം, ജ്ഞാനം എന്നിവയെ സ്വീകാര്യങ്ങളായത് എന്ന് പ്രസ്താവിക്കുന്നു. അതിലുള്ള ആശങ്കയെ പരിഹരിക്കുകയും അടുത്ത ശ്ലോകത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ ചെയ്യുന്നു. പിന്നെ മനുഷ്യനായി പിറന്നാൽ മുക്തി നേടാൻ ഈ പറഞ്ഞ ഏതെങ്കിലും മാർഗത്തിൽ യത്നിക്കണം. പക്ഷേ അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം എന്നതാണ് 5-ാമത്തെ ശ്ലോകം. യോഗത്രയത്തിൽ ഭക്തിയോഗം കൊണ്ട് സുഗമമായി നമുക്ക് ആ മുക്തി ലഭിക്കും എന്ന് ഒന്നും കൂടിയും പറഞ്ഞ് ഭക്തി തനിക്ക് വർദ്ധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് 6-ാമത്തെ ശ്ലോകത്തിൽ. പിന്നെ മുക്തി സാധകത്വത്തിന് അനായാസേന മുക്തി സാധകം ഭക്തിയോഗാംഗമായ ധ്യാനം ജ്ഞാനയോഗം പോലെ തന്നെ ദുഷ്കരമല്ല എന്ന് വ്യാഖ്യാനിക്കുന്നു. പിന്നെ ഭഗവാൻ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അപ്പോൾ ആ ഭക്തി വർദ്ധിക്കാൻ വേറെ എന്താണ് ഇനി വേണ്ടത്? അതുകൊണ്ട് ഹൃദയത്തിലുള്ള കാമവാസനകളെ നശിപ്പിച്ച് ഭക്തി വർദ്ധിപ്പിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ആ മനോനിഗ്രഹം, ചിത്തശാന്തി, ഇതിനൊക്കെ മനസ്സിനെ ദുർമാർഗങ്ങളിൽ സഞ്ചരിക്കാതെ നിലനിർത്താൻ വൈരാഗ്യം വേണം. അപ്പോൾ ആ വൈരാഗ്യവും എനിക്കുണ്ടാക്കി തരണേ എന്ന് 9-ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിച്ച് ഭക്തി സമ്പത്തി ഉണ്ടാകാനായി പുരൂരവസിൻ്റെ കഥയെ ഉദാഹരിച്ചുകൊണ്ട് ആ ഭക്തോത്തംസനാക്കാൻ എന്നെ, എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് ദശകം അവസാനിക്കുന്നു. നമുക്ക് ശ്ലോകങ്ങളിലേക്ക് പ്രവേശിക്കാം. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാൽ പരമുരുമഹിമന്നക്ഷരാണാം അകാരസ്താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭിഃ പക്ഷിണാം വൈനതേയോ നാഗാനാമസ്യനന്തഃ സുരസരിദപി ച സ്രോതസാം വിശ്വമൂർത്തേ ബ്രഹ്മണ്യാനാം ബലിസ്ത്വം ക്രതുഷു ച ജപയജ്ഞോസി വീരേഷു പാർത്ഥോ ഭക്താനാമുദ്ധവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം നാസ്ത്യന്തസ്ത്വദ്വിഭൂതേർവികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവദൃതേ തന്ന കിഞ്ചിൽ പ്രപഞ്ചേ ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥവിഹിതം ത്വൽപരത്വേന ഭക്ത്യാ കുർവന്തോന്തർവിരാഗേ വികസതി ശനകൈഃ സന്ത്യജന്തോ ലഭന്തെ സത്താസ്ഫൂർത്തിപ്രിയത്വാത്മകമഖിലപദാർത്ഥേഷു ഭിന്നേഷ്വഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം ജ്ഞാനം കർമാപി ഭക്തിസ്ത്രിതയമിഹ ഭവൽപ്രാപകം തത്ര താവന്നിർവിണ്ണാനാമശേഷേ വിഷയ ഇഹ ഭവേദ്
ज्ञानयोगेऽधिकारः सक्तानां कर्मयोगस्त्वयि हि विनिहितो ये तु नात्यन्तसक्ता नाप्यत्यन्तं विरक्तास्त्वयि च धृतरसा भक्तियोगो ह्यमीषां ज्ञानं त्वद्भक्ततां वाक् लघु सुकृतवशान्मर्त्यलोके लभन्ते तस्मादत्रैव जन्म स्पृहयति भगवन् नाकगो नारको वा आविष्टं मां तु दैवात् भवजलनिधिपोतायिते मर्त्यदेहे त्वं कृत्वा कर्णधारं गुरुमनुगुणवातायितस्तारयेथा अव्यक्तं मार्गयन्तः श्रुतिभिरपि नयैः केवलज्ञानलुब्धाः क्लिश्यन्तेऽतीव सिद्धिं बहुतरजनुषामन्त एवाप्नुवन्ति दूरस्थः कर्मयोगोऽपि च परमफले नन्वयं भक्तियोगस्त्वामूलादेव हृद्यस्त्वरितमयि भवल्प्रापको वर्धतां मे ज्ञानायैवातियत्नं मुनिरपवदते ब्रह्मतत्त्वं तु शृण्वन् गाढं त्वल्पादभक्तिं शरणमयति यस्तस्य मुक्तिः कराग्रे त्वध्यानेऽपीह तुल्या पुनरसुकतरा चित्तचाञ्चल्यहेतो अभ्यासादाशु शक्यं तदपि वशयितुं त्वल्कृपाचारुताभ्यां निर्विण्णः कर्ममार्गे खलु विषमतमे त्वल्कथादौ च गाढं जातश्रद्धोऽपि कामानयि भुवनपते नैव शक्नोमि हातुं तद्भूयो निश्चयेन त्वयि निहितमनः दोषबुद्ध्या भजंस्तान् पुष्णीयां भक्तिमेव त्वयि हृदयगते मङ्क्षुनङ्क्ष्यन्ति सङ्गाः कश्चित् क्लेशार्जितार्थक्षयविमलमतिर्नुद्यमानो जनौघैः प्रागेवं प्राह विप्रो न खलु मम जनः कालकर्मग्रहा वा चेतो मे दुःखहेतुस्तदिह गुणगणं भावयल् सर्वकारीत्युक्त्वा शान्तो गतस्त्वां मम च कुरु विभो तादृशीं चित्तशान्तिम् ऐळः प्रागुर्वशीं प्रत्यतिविवशमनः सेवमानश्चिरं तां गाढं निर्विद्य भूयो युवति सुखमिदं क्षुद्रमेवेति गायन् त्वल्भक्तिं प्राप्य पूर्णः सुखतरमचरत् तद्वदुद्धूतसङ्गं भक्तोत्तंसं क्रियामां पवनपुरपते हन्त मे रुन्धिरोगान्।